എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വേക്കൻസികൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ITBPയുടെ ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കുള്ള യഥേഷ്ടം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം. ഞാനിവിടെ സൂചിപ്പിക്കുന്ന ITBPയുടെ വേക്കൻസിയെ കുറിച്ചാണ്. ITBPയുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചാണ് എന്നുള്ളതാണ്. SIൻ്റെ ഒഴിവുകളുണ്ട്, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഒഴിവുകളുണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെ ഒഴിവുകളുണ്ട് എന്നുള്ളതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ്. SIൻ്റെ ആണെങ്കിൽ 78 മെയിൽ, അതായത് ഫീമെയിൽ ആണെങ്കിൽ 14 പേർക്കും, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 325 ആൺകുട്ടികൾക്കും 58 ഫീമെയിൽ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആണെങ്കിൽ 44 മെയിലും 7 ഫീമെയിലും ആണെന്നുള്ളത്. ഇതാണ് അതിൻ്റെ കാറ്റഗറി എന്നുള്ളത് പറയുന്നത്. SI, ഹെഡ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ എന്നുള്ള വേക്കൻസിക്കാണ്. ഏജ് എന്ന് പറയുന്നത് 23 വയസ്സിൻ്റെ മുൻപ് എന്നുള്ള ഇതിലാണ് നടക്കുന്നത്. പേ എന്ന് പറയുന്നത് ലെവൽ 6ൻ്റെ 4ും 5ൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ പേ ലെവൽ വരുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ടെസ്റ്റ് ഉണ്ട്, അതുതന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏജിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. SI ആണെങ്കിൽ ഏജിൻ്റെ ഡീറ്റെയിൽസ് 20ൻ്റെയും 25ൻ്റെയും ഇടയിലാണ്. ഡിഗ്രിയാണ് അതിന് വേണ്ട യോഗ്യത എന്നുള്ളതാണ്. ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 18ൻ്റെയും 25ൻ്റെ ഇടയിലാണ്. അതിന് വേണ്ടത് +2 അല്ലെങ്കിൽ ഡിപ്ലോമ, +2 അല്ലെങ്കിൽ SSLC പ്ലസ് ITI അതാണ് വേണ്ടതെന്നുള്ളതാണ്. കോൺസ്റ്റബിൾ ആണെങ്കിൽ 18ൻ്റെയും 23ൻ്റെ ഇടയിലാണ്. അത് SSLC ആണ് വേണ്ടതെന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം തന്നെ വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ ഉണ്ടെന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിറ്റികൾക്ക് 3 വർഷത്തെയും, അതുപോലെ തന്നെ SC/ST ടീമുകളാണെങ്കിൽ 5 വർഷത്തെയും ഇളവുകൾ വയസ്സിൽ കിട്ടും എന്നുള്ളത് കൂടി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പേ സ്കെയിൽ എന്ന് പറയുന്നത് SIൻ്റെ പേ സ്കെയിലാണെങ്കിൽ 35,400, 1,12,000. അതുതന്നെ ഹെഡ് കോൺസ്റ്റബിളിനാണെങ്കിൽ 25,500 ടു 81,100. അതുതന്നെ കോൺസ്റ്റബിളിനാണ് 21,700 ടു 69,900 എന്നുള്ളതാണ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ SIക്കാണെങ്കിൽ ഡിഗ്രിയാണ് വേണ്ടത് യോഗ്യത. ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിലേതെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BE, BTech, BCA ഈ ഡിഗ്രിയുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇത്തരത്തിലുള്ള BTech, BE, BCA ഒക്കെ പഠിച്ചിട്ട് ഒരുപാട് പേര് നിസ്സാരമായ തൊഴിലുകൾ അന്വേഷിച്ച് നടക്കുന്നവരും തൊഴിലിൽ ഉൾപ്പെട്ടവരുണ്ടെന്നാണ്. അവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഡിഗ്രിക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നതാണ്. HCയുടെയാണ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി പറയുന്നത് +2 ആയിരിക്കണം. +2 പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിലേതെങ്കിലും വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ SSLC പ്ലസ് ITI, അതല്ലെങ്കിൽ SSLC പ്ലസ് ഡിപ്ലോമ, 3 ഇയർ ഡിപ്ലോമ കോഴ്സ്. അത്രയും യോഗ്യതയുള്ളവർക്ക് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ SSLC പാസ്സാകുക മാത്രമാണ് കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി എന്നാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 14/12/2024 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നുള്ളത്. അപേക്ഷ ഫീസ് പറഞ്ഞാൽ SIക്ക് 200, HCക്ക് ആണെങ്കിൽ 100. അതാണ് അപേക്ഷ ഫീസ് എന്ന് പറയുന്നത്. ഇതിൽ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ITBP പറഞ്ഞാൽ ഫോഴ്സാണ്, ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലേക്കാണ് ഇതിലേക്ക് പോകുന്നത്. ഒരു നല്ല ചാൻസ് ആണെന്നുള്ളതാണ്. സാധാരണയുള്ള ഫോഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഈ കോഴ്സുകളിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വളരെ വൈകാതെ തന്നെ അപേക്ഷ കൊടുക്കുക. അവസാന തീയതി എന്നുള്ളത് 14/12/2024 എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും കൂടി ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.